ഹായ് ഹലോ, എല്ലാവരും സന്തോഷത്തോടെ സമാധാനത്തോടെ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസ് ലെവലിനെ കുറിച്ചാണ്. നിങ്ങൾക്കെല്ലാം കോൺഫിഡൻസ് ഉള്ള വ്യക്തികളാണ്. ഒരു സ്ഥലങ്ങളിൽ പോകുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് തന്നെ കോൺഫിഡൻ്റ് ഉള്ള വ്യക്തികളാണോ നിങ്ങൾ? ഒരു കാര്യം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സക്സസ് ലൈഫിലേക്ക് പോകണമെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കോൺഫിഡൻസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഞാൻ രണ്ട് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ജീവിതത്തിൽ വേണ്ട കാര്യങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, കോൺഫിഡൻസ് ലെവൽ എന്ന് പറയുന്നത് വരേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെ മൈൻഡിലാണ്. കാരണം നിങ്ങൾക്കൊരു കാര്യം അച്ചീവ് ചെയ്യണം അല്ലെങ്കിൽ അതൊരു നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മൈൻഡിനെ തന്നെ നിങ്ങളത് സെറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇത് കിട്ടും, എനിക്കിത് ലഭിക്കും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് ചുറ്റുമുള്ളവർ പറയുന്നതിനെ ഒരിക്കലും ബിലീവ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടി. ഞാൻ ഓസ്ട്രേലിയ വന്നിട്ടാണ് എൻ്റെ ഫസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടുന്നത്. എൻ്റെ ഫസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഓസ്ട്രേലിയ ലൈസൻസ് ആണ്. അപ്പം ഞാനിവിടെ ഓസ്ട്രേലിയ വന്നിട്ട് എനിക്ക് ആകെ ജസ്റ്റ് 1 മന്തേ ഉള്ളൂ. എനിക്ക് നാട്ടിലൊന്നും ഡ്രൈവിങ്ങിൻ്റെ ഒരു എക്സ്പീരിയൻസോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അയർലൻഡിൽ ജസ്റ്റ് ഒരു ലേണേഴ്സിൻ്റെ ഒരു കുറച്ച് നാൾ പഠിക്കാൻ, ഒരു മെറ്റേണിറ്റിയുടെ ഒരു സമയത്ത് കുറച്ച് നാൾ നോക്കി. പക്ഷെ എന്നാലും ഒരു ലൈസൻസ് എടുക്കാനുള്ള ഒരു ഇതൊന്നും എനിക്കായിട്ടൊന്നുമില്ലായിരുന്നു. പക്ഷെ ഓസ്ട്രേലിയ വന്നപ്പോഴത്തേനും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല ദൂരമുണ്ട്. അതുപോലെ ബസ് സർവീസൊക്കെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം എനിക്ക് എക്സാം നമ്മൾ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് കറക്റ്റ് ഒരു 1 മന്ത് എനിക്ക് കിട്ടി ഡ്രൈവിംഗ് പഠിക്കാനുള്ള സമയം എനിക്ക് കിട്ടി. ആ ഒരു സമയത്ത് ഞാൻ ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ ഇങ്ങനെ പഠിക്കാനൊക്കെ പോകുമ്പോൾ ഇൻസ്ട്രക്ടർ എന്നോട് എപ്പോഴും പറയുന്നു, സോണിയ നീ ഇപ്പം ഡ്രൈവിങ്ങിൻ്റെ ടെസ്റ്റ് എടുക്കരുതെന്ന്. പക്ഷെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിന് ലേണേഴ്സ് എടുത്ത് കഴിഞ്ഞ് ടെസ്റ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ ഇൻസ്ട്രക്ടറെ ഫൈൻഡ് ചെയ്ത് പഠിക്കാനായിട്ട് പോവുകയും ഒരു ഇന്റൻസീവായിട്ട് ഒരു മാസം കഷ്ടി പഠിക്കുകയും ചെയ്ത്. അപ്പം എൻ്റെ മൈൻഡിൽ ഒരു സെറ്റ് ഉണ്ടായിരുന്നു, ഓക്കെ വിത്തിൻ 1 മന്ത് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കും, എനിക്ക് ജയിച്ചിട്ട് ഞാൻ ജോലിക്ക് ഞാൻ ജോയിൻ ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു. അതിൽ എൻ്റെ ഉള്ളിലൊരു കോൺഫിഡൻറ്റ് ലെവലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തമ്പുരാൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയുണ്ടായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും പ്രാർത്ഥന പ്ലസ് പോസിറ്റീവ് തോട്ട്സ്, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ തന്നെ പറഞ്ഞ് നമ്മളെ തന്നെ ആദ്യം അംഗീകരിച്ച് നമ്മളുടെ കഴിവുകളെ നമ്മൾ തന്നെ അംഗീകരിക്കണം. ഈ ഒരു ഇൻസ്ട്രക്ടർ ഒത്തിരി പ്രാവശ്യം എന്നോട് പറഞ്ഞ എക്സാമിന് ഡേറ്റ് എടുക്കരുത്. ഈവൻ എന്നെ ഡ്രോപ്പ് ചെയ്യുന്നത് പുള്ളിക്കാരനാണ്. അവരുടെ നമ്മളെ വണ്ടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റിന് പോകുന്നത്. ആ ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് സെന്ററിലേക്ക് പോകുന്ന ദിവസവും ആ ഒരു രാവിലെ എന്നോട് പറഞ്ഞു, സോണിയ ഇറ്റ് ഈസ് ബെറ്റർ ടു ചേഞ്ച് യുവർ ഡ്രൈവിംഗ് ടെസ്റ്റ് ഡേറ്റ്, ഈവൻ യു ക്യാൻ ഡു ഇറ്റ് നൗ. ദെൻ അപ്പം ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറഞ്ഞു, ദാറ്റ്സ് ഓൾ റൈറ്റ്, അത് കുഴപ്പമില്ല, എനിക്ക് എന്തായാലും ഐ വിൽ ട്രൈ, ലെറ്റ് മീ ട്രൈ എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അങ്ങനെ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ദൈവം അനുഗ്രഹിച്ച് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ഉള്ളിൽ തന്നെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെങ്കിൽ വേറെ ചുറ്റുമുള്ള എന്തൊക്കെ സറൗണ്ടിങ്സ് വന്നെങ്കിലും അത് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ഫസ്റ്റ് തിങ്സ് ഐ ഹാവ് ടു സേ, സെറ്റ് അപ്പ് യുവർ മൈൻഡ് വിത്ത് കോൺഫിഡൻറ്റ്. സോ എന്താകാനാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ തന്നെ ആദ്യം ബിലീവ് ചെയ്യുക. സെക്കൻഡ്, നമ്മുടെ സറൗണ്ടിങ് ഏരിയയിലെ പോസിറ്റീവ്നെസ് തരുന്ന ആൾക്കാരെ നമുക്ക് മാക്സിമം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയിലായിട്ടോ ഒക്കെ ആകാൻ പറ്റുകയാണെങ്കിൽ ദാറ്റ് ഈസ് റിയലി നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സറൗണ്ടിങ് ഏരിയ നിങ്ങൾക്കുണ്ടെങ്കിൽ യു ആർ സോ ബ്ലെസ്ഡ്. അങ്ങനത്തെ ഒരു മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഫാമിലീസോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെന്ററോ ഒരു എൽഡറോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ കളയാതെ വിട്ടുപിടിക്കുക, സൂക്ഷിക്കുക, അവരെ കൊണ്ടു നടക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളെ ഉന്നതത്തിലേക്ക് എത്താനായിട്ട് അവർ നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒരു ഹൈ മൈൻഡ് സെറ്റിലേക്ക് ഫിക്സ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എൻ്റെ വേൾഡ് ഒരു വേൾഡ് ഓഫ് അട്രാക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾക്കത് കാണാനായിട്ട് സാധിക്കും. രണ്ടും കൽപ്പിച്ച് പ്രാർത്ഥിച്ചോളുക, എൻ്റെ വേൾഡ് വിൽ കം ആൻഡ് ഗോഡ് വിൽ ബ്ലസ് യു ഓൾ. ദൈവം അപ്പം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിന് ബൈ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ.